തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ഹിയറിംഗ് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ആകെ 18.7 ലക്ഷം നോട്ടീസുകൾ തയ്യാറാക്കുകയും ഇതുവരെ 1.3 ലക്ഷം നോട്ടീസുകൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 10,000-ഓളം ആളുകൾക്കായുള്ള ഹിയറിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. അതാത് ജില്ലകളിൽ പോളിംഗ് ബൂത്തുകളായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങളിൽ തന്നെയാണ് ഹിയറിംഗ് നടക്കുക. അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് അടിയന്തര നടപടികൾക്ക് സർക്കാർ തീരുമാനമെടുത്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഇതിനകം രേഖകൾ ഹാജരാക്കിയവരെ ഹിയറിംഗിൽ നിന്ന് ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ EROമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 2002 SIR പട്ടികയുമായി കൂട്ടിയിണക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്താതിരിക്കുകയോ ഇതിൽ പിഴവുകൾ വരുത്തുകയോ ചെയ്തവർക്കാണ് നോട്ടീസ് അയക്കുന്നത്. ഇത്തരത്തിലുള്ള 18.7 ലക്ഷം വോട്ടർമാർക്ക് നോട്ടീസുകൾ തയ്യാറായിട്ടുണ്ട്. ഇതിൽ തന്നെ 1.3 ലക്ഷം പേർക്ക് ഇതിനകം ഹിയറിംഗ് നോട്ടീസുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അഥവാ ERO തയ്യാറാക്കിയ നോട്ടീസ് ബൂത്ത് ലെവൽ ഓഫീസർമാരായ BLOമാരാണ് വിതരണം ചെയ്യുന്നത്. നോട്ടീസ് ലഭിച്ചവരിൽപ്പെട്ട 10,000-ലധികം ആളുകൾക്കാണ് നിലവിൽ ഹിയറിംഗ് ആരംഭിച്ചിരിക്കുന്നത്. പോളിംഗ് ബൂത്ത് അടിസ്ഥാനത്തിലാണ് ഹിയറിംഗ് നടക്കുന്നത്. നോട്ടീസ് ലഭിച്ചവർക്ക് അതാത് ദിവസം ഹാജരാകാൻ സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം BLO വഴി അറിയിച്ചാൽ മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റാൻ സൗകര്യമൊരുക്കാനും EROമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. EROമാരുടെ കീഴിലുള്ള അസിസ്റ്റന്റ് EROമാരാണ് ഹിയറിംഗ് നടത്തുന്നത്. ഹിയറിംഗ് നടക്കുന്ന സമയം BLOമാരും അവിടെ ഉണ്ടാകും. നോട്ടീസുകളിൽ നിർദ്ദേശിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ 13 രേഖകളിൽ 1 ഹാജരാക്കിയാൽ മതി. ചിലർക്ക് സ്വന്തം രേഖകൾ മതിയാകും. മറ്റു ചിലർക്ക് മാതാപിതാക്കളുടെ രേഖകൾ ആവശ്യമാണ്. 1987-നും 2004-നും ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ അച്ഛന്റെയും 2004-ന് ശേഷം ജനിച്ചവരാണ് എങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും രേഖകൾ കൂടി ഹാജരാക്കേണ്ടി വരും. പിഴവുകൾ വരുത്തിയവരിൽ ചിലരെ ഇതിനകം BLO ബന്ധപ്പെട്ട് സ്വന്തം രേഖകളും മാതാപിതാക്കളുടെ രേഖകളും ഹാജരാക്കി പരിശോധിച്ചിരുന്നു. ഇത്തരത്തിൽ രേഖകൾ അപ്ലോഡ് ചെയ്തവരെ ഹിയറിംഗിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് EROമാർക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. ഹിയറിംഗിന് എത്തുന്ന വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഹിയറിംഗ് കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശമുണ്ട്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കാനും അതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും കളക്ടർമാരെ സർക്കാർ ചുമതലപ്പെടുത്തി. ആവശ്യമെങ്കിൽ വോളണ്ടിയർമാരെയും നിയോഗിക്കും. ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിയോഗിക്കാത്തതോ ഒഴിവുള്ളതോ ആയ പോളിംഗ് സ്റ്റേഷനുകളിൽ 2 ദിവസത്തിനകം തന്നെ നിയമനം നടത്തണം. ERO, AERO, അഡീഷണൽ AERO തസ്തികകളിൽ വിരമിക്കൽ മുഖേന ഉണ്ടാകുന്ന ഒഴിവുകൾ ഉടനടി നികത്തുകയും ചെയ്യും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം ഇക്കാലയളവിൽ നടത്താൻ പാടില്ല എന്നും മുൻകൂർ അനുമതിയില്ലാതെ അവധി അനുവദിക്കരുത് എന്നും നിർദ്ദേശമുണ്ട്. കരട് പട്ടികയിൽ നിന്ന് വിട്ടുപോയ അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനായുള്ള ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. K-സ്മാർട്ട് വഴി ലഭ്യമാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾക്ക് കാലതാമസം നേരിടുകയാണ് എങ്കിൽ അത് നേരിട്ട് പഞ്ചായത്ത് മുഖേന ലഭ്യമാക്കണമെന്ന് തദ്ദേശ വകുപ്പിനും നിർദ്ദേശം നൽകി. ഹിയറിംഗ് ക്യാമ്പുകളിൽ ഒരു K-സ്മാർട്ട് ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിയറിംഗിന് ഹാജരാക്കേണ്ട രേഖകൾക്കായി സർക്കാർ പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കുന്നുണ്ട്. മതിയായ രേഖകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ലഭ്യമാക്കാൻ നടപടിയെടുക്കും. രേഖകൾ സൗജന്യമായി തന്നെ ലഭ്യമാക്കാനും ഇത്തരം രേഖകൾക്ക് എന്തെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ അത് ഈ കാലയളവിൽ ഒഴിവാക്കാനും ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഹിയറിംഗിന് വേണ്ട സഹായങ്ങൾ നൽകി ജനങ്ങളെ സഹായിക്കുന്നതിന് പ്രാദേശിക അടിസ്ഥാനത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കാൻ മന്ത്രിസഭാ യോഗം നേരത്തെ തീരുമാനിച്ചിരുന്നു. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം എല്ലാ സഹായ കേന്ദ്രങ്ങളിലും സജ്ജീകരിക്കും. അക്ഷയ സെന്ററുകൾ ഈടാക്കുന്ന ഫീസ് ലഘൂകരിക്കാൻ IT വകുപ്പിനും നിർദ്ദേശമുണ്ട്. അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. അതിനായി SIR പ്രക്രിയ അർഹതയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാകണമെന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് പോലും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറ്റപ്പെടുത്തുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അർഹരായ എല്ലാവർക്കും സമ്മതിദാനാവകാശം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ വില്ലേജ് തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചത് എന്നും പട്ടികയിൽ നിന്ന് വിട്ടുപോയ മുഴുവൻ ആളുകളും ഈ സൗകര്യം ഉപയോഗിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഹിയറിംഗിന് ഹാജരാകുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകൾ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഇപ്പോഴും ആളുകൾക്ക് മാറിയിട്ടില്ല. ആധാർ അംഗീകൃത തിരിച്ചറിയൽ രേഖയല്ല എന്ന് പറയുകയും ചെയ്യുന്നു.
അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആധാർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ ആ രേഖ മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ട് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ നമ്മുടെ ഹിയറിംഗ് ഒഴിവാക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശം അത് മാത്രം കൊണ്ട് കഴിയില്ല. പകരം ആധാർ മാത്രമുള്ള ആളുകൾ മറ്റേതെങ്കിലും ഒരു രേഖയോ അല്ലെങ്കിൽ BLOക്ക് ഒരു ഡിക്ലറേഷൻ ഫോം നൽകിയിട്ടുണ്ട്. ഇത് BLO ഇദ്ദേഹം വോട്ടറാണെന്നുള്ളത് ബോധ്യപ്പെട്ട് ആ BLO ഡിക്ലറേഷൻ ഫോം കൂടി ആധാറിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നിരവധി ആളുകൾ ഈ ആധാറിനപ്പുറം മറ്റ് രേഖകൾ ഇല്ലാത്തവരായി ഉണ്ടാകില്ലേ? അവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? സെക്കൻഡ് ഡോക്യുമെന്റിന്റെ ആവശ്യകത എന്താണ്? ആധാർ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു രേഖയെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ആധാർ മാത്രം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ കഴിയില്ല. വോട്ടർ പട്ടികയിലെ മാപ്പിങ്ങോ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയോ ഒന്നും ശരിയാക്കാൻ കഴിയില്ല. എന്നാൽ ആധാർ മാത്രമുള്ളവർ മറ്റേതെങ്കിലും രേഖകളൊന്നും തന്നെ ഇല്ലെങ്കിൽ ആധാറിനോടൊപ്പം BLO നൽകുന്ന ഒരു ഡിക്ലറേഷൻ അതും കൂടെ പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്താൽ മാത്രമേ അദ്ദേഹം വോട്ടർ പട്ടികയിൽ വരികയുള്ളൂ. അത് BLOയുടെ ഉത്തരവാദിത്തമാണ്. സാറേ, ഈ ഹിയറിംഗ് സമയത്ത് ഹാജരാകാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യണം? മറ്റൊരു അവസരം കൂടി കിട്ടുമോ? ഒരാൾക്ക് ഒരു തവണ മാത്രമേ ഈ സമയം നീട്ടി നൽകുകയുള്ളൂ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഹിയറിങ്ങിനായിട്ട് 7 ദിവസത്തെ നോട്ടീസ് പരിധി നൽകിക്കൊണ്ടാണ് ഹിയറിംഗ് നോട്ടീസ് നൽകുന്നത്. ആ ദിവസങ്ങളിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ERO അതിന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ 1-2 തവണയും കൂടെ ഹിയറിങ്ങിനായിട്ട് തരുന്നത് EROയുടെ വിവേചനാധികാരമാണ്. ഒരുപക്ഷെ ഈ നൽകിയ അവസരങ്ങളിലൊന്നും ഹിയറിങ്ങിന് ഹാജരാകാൻ കഴിഞ്ഞില്ല എന്നിരിക്കട്ടെ, അവർ സ്ഥിരമായി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകാനുള്ള ഒരു സാധ്യതയുണ്ടോ? പിന്നീട് ഇവർക്ക് കന്നി വോട്ടറായി പോലും വോട്ട് ചേർക്കാൻ അവസരമില്ലാതായി വരുമോ? ഏതെങ്കിലും സാഹചര്യത്തിൽ ഹിയറിങ്ങിന് ഹാജരാകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ സ്ഥിരമായിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യമൊന്നും തന്നെയില്ല. അവർക്ക് ഫോം നമ്പർ 6 കൊടുത്തുകൊണ്ട് പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയുന്നതാണ്. അതിന് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെയില്ല. സാർ, മറ്റൊരു സംശയമുള്ളത് പ്രവാസികളെ കുറിച്ചാണ്. അതായത് സാധാരണ വോട്ടറായി വോട്ട് ചേർത്ത ശേഷം പിന്നീട് പ്രവാസ ജീവിതം ആരംഭിച്ച ഒരാൾ, അദ്ദേഹത്തെ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഇവർ എന്താണ് ചെയ്യേണ്ടത് ഹിയറിങ്ങിനായിട്ട് വന്നില്ല എങ്കിൽ? അതായത് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ള പ്രവാസിയായിട്ടുള്ള വോട്ടറാണെങ്കിൽ, അദ്ദേഹം നിലവിലും പ്രവാസിയായിട്ട് തുടരുന്നുണ്ടെങ്കിൽ അത്തരം വോട്ടർമാർ ഫോം 6A പ്രകാരം പ്രവാസി വോട്ടറിലേക്ക് മാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അതിന് ചെയ്യാനുള്ളത് അവർ പ്രവാസി വോട്ടർമാർക്ക് പ്രത്യേകം സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. നിലവിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രവാസി വോട്ടർമാർ ഫോൺ നമ്പർ 6 കൊടുത്തുകൊണ്ട് അവരുടെ ഒഴിവാക്കൽ പൂർത്തീകരിച്ച്, സാധാരണ പ്രവാസി വോട്ടർമാർ ഹിയറിങ്ങിന് ഹാജരാകേണ്ടവരുടെ പട്ടികയിലുണ്ട് എങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത്? ഹിയറിംഗ് നോട്ടീസ് നേരിട്ട് നൽകണമെന്നും ആ ആൾ നേരിട്ട് ഹാജരാകണം എന്നുമാണല്ലോ പറയുന്നത്. സാധാരണ വോട്ടറായിരുന്ന പ്രവാസികൾക്ക് ഇത് തടസ്സമല്ലേ? അല്ല, പ്രവാസി വോട്ടർമാർക്ക് ഹിയറിങ്ങിനായിട്ട് ഹാജരാകുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം സംവിധാനം ഒരുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ നടപടികൾ തുടർന്നു വരികയാണ്. സർ, അപ്പോൾ ഇത്തരം പ്രവാസി വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തായാൽ അവരും കന്നി വോട്ടർമാരെ പോലെ വീണ്ടും വോട്ട് ചേർക്കേണ്ടി വരില്ലേ? ഇതിന് മറ്റെന്തെങ്കിലും പരിഹാരം നിലവിലെ വോട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമോ? അല്ല, പ്രവാസി വോട്ടർമാരെ പുറത്താകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള നടപടികളാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്വീകരിക്കുന്നത്. അതിനുള്ള നടപടികളാണ് ഈ സംസ്ഥാനത്ത് EROമാരും സ്വീകരിക്കുന്നത്. അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്യക്തമായിട്ട് ലഭ്യമാകും. ഒറ്റപ്പെട്ട് താമസിക്കുന്ന കുടുംബങ്ങളിലെ പലരും SIR കരട് പട്ടികയ്ക്ക് പുറത്താണല്ലോ. ഇവരുടെ വോട്ടവകാശം നഷ്ടമാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഇതേക്കുറിച്ചുള്ള ഒരു വിശദീകരണം? ഒറ്റയ്ക്ക് താമസിക്കുന്നവർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകുന്ന ഒരു സാഹചര്യം, അങ്ങനെയുള്ള സാഹചര്യം നിലവിലില്ല. അത് തെറ്റായ ഒരു പ്രചരണമാണ്. എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ രീതി. അതിനാണ് നടപടികൾ സ്വീകരിക്കുന്നത്. അതിനിവിടെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. അതിനുള്ള ഇടപെടൽ നടത്തുന്നതിന് അവർക്ക് അധികാരമുള്ളതാണ്. പുതിയ വോട്ടറാകാൻ ഫോം 6 വഴി ഓൺലൈനായി അപേക്ഷ നൽകുമ്പോൾ സംഭവിക്കുന്ന പിഴവ് നേരിട്ട് തിരുത്താൻ ഓൺലൈനിൽ സാധിക്കില്ലല്ലോ.
ഇത്തരക്കാർ പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നൽകിയ ഒരു അപേക്ഷയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫൈനൽ വോട്ടർ പട്ടിക വരുന്നതിന് മുമ്പ് ആ പിഴവ് പരിശോധിച്ച് ആ പിഴവ് തിരുത്തുന്നതിന് BLOയുമായിട്ട് ബന്ധപ്പെട്ട് സുഖമായിട്ട് അത് തിരുത്താവുന്നതാണ്. BLO ആപ്പിൽ അതിനുള്ള സൗകര്യമുണ്ട്. അവർക്കതിന് ഏത് സമയത്ത് എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുമുണ്ട്. ഒരാൾക്ക് ഒരു തവണ മാത്രമാണോ ഓൺലൈനിൽ അപേക്ഷിക്കാൻ അവസരമുള്ളത്? ഒരുപക്ഷെ ഈ ഓൺലൈനായി അപേക്ഷിക്കുന്ന സമയം തെറ്റ് സംഭവിച്ചാൽ അത് റദ്ദാക്കി വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കും? അല്ല, നമ്മൾ പിന്നെ ഓൺലൈൻ അപേക്ഷ നൽകിയാൽ ആയതിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ BLOയെ സമീപിച്ചുകൊണ്ട് BLO ആപ്പ് വഴി അത് ശരിയാക്കാൻ കഴിയുന്നതാണ്. അതിനകത്ത് വേറെ നിയമതടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. ഈ പിഴവ് സംഭവിച്ചാൽ തിരുത്തേണ്ടത് BLOയുടെ ഫീൽഡ് വേരിഫിക്കേഷനിലാണ് എന്ന് പറയപ്പെടുന്നു. ഇത് എങ്ങനെയാണ് സാധിക്കുക? BLOയെ വോട്ടറാണോ വിളിക്കേണ്ടത്, അതോ BLO വോട്ടറെ നേരിട്ട് ബന്ധപ്പെടുമോ? അല്ല, അത് നമ്മുടെ BLOയും വോട്ടറും പരസ്പരം ഉള്ള ഒരു വിശ്വാസവും പരസ്പരം നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയാണ് SIR മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞത്, ഈ വോട്ടറുടെ വോട്ട് എന്ന് പറയുന്ന അവകാശം ഉറപ്പാക്കുന്നതിനായിട്ട് വോട്ടർക്കും ഉത്തരവാദിത്തമുണ്ട്, അതുപോലെ തന്നെ BLOയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ രണ്ടുപേരും പരസ്പരം ആവശ്യപ്പെടുന്ന രേഖകൾ പരസ്പര വിശ്വാസത്തിൽ വ്യക്തമായിട്ട് ഉള്ള രേഖകൾ നൽകേണ്ടത് നിയമപരമായ അവരുടെ ബാധ്യതയാണ്. സാർ, ഒരുപക്ഷെ നമ്മൾ ഒരു തവണ അപ്ലൈ ചെയ്ത ശേഷം അത് റദ്ദ് ചെയ്ത് വീണ്ടും അപേക്ഷ സമർപ്പിക്കുന്നത് നിലവിലെ അപേക്ഷ നിരസിക്കാനും വോട്ടവകാശം നഷ്ടപ്പെടാനും കാരണമാകുമോ? ഇല്ലല്ല, അത്തരത്തിലുള്ള കാരണങ്ങളൊന്നും തന്നെ ഉണ്ടാകും. എത്രത്തോളം വോട്ടർമാർക്കാണ് ഇപ്പോൾ ഹിയറിംഗ് നോട്ടീസ് തയ്യാറായിട്ടുള്ളത്? ഇവർക്ക് പുറമെ ഇനി ഹിയറിംഗിന് ആളുകൾ ഉണ്ടാകുമോ? ഹിയറിംഗ് എത്രത്തോളം ആളുകൾക്ക് വേണമെന്നുള്ളത് ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. അത് ഓരോ ബൂത്തിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ERO നൽകുന്ന ഹിയറിംഗ് നോട്ടീസ് നേരിട്ട് BLOമാർ വോട്ടർമാർക്ക് നൽകി ആ എണ്ണം പിന്നെ നമുക്ക് ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷമേ കറക്റ്റായിട്ടുള്ളത് അറിയാൻ കഴിയുള്ളൂ. ഈ കണ്ടെത്താനാകാത്തവർ എന്ന വിഭാഗത്തിൽ പെടുന്നവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ഇനി ഹിയറിംഗ് ഉണ്ടാകുമോ, അതോ കരട് പട്ടികയിൽ ഇല്ലാത്തതിനാൽ ഫോം 6 ഉപയോഗിച്ച് ചേർക്കേണ്ടി വരുമോ? അവർ പുതുതായിട്ട് ചേർക്കേണ്ടി വരും. ഫോം 6 ഉപയോഗിച്ച് ചേർക്കേണ്ടി വരും.